السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ കഴിഞ്ഞ 4 ആഴ്ചകളായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ദിവസങ്ങളും അവസാന നിമിഷങ്ങളുമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്, വഫാത്താണ് എന്നുള്ളതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിട പറയുകയാണ് എന്ന് മരണത്തിന് മുമ്പ് തന്നെ സ്വഹാബാക്കൾക്ക് പല നിലക്കുമുള്ള സൂചനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയുണ്ടായി. തൻ്റെ ദൗത്യപൂർത്തീകരണത്തിൻ്റെ അടയാളങ്ങൾ പലതായി സ്വഹാബാക്കൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ദൗത്യ സംഘങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അതേപോലെ തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നതിനു വേണ്ടിയും മദീനയിലേക്ക് കടന്നു വരികയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നുള്ള ആദ്യ വചനങ്ങളിലൂടെ നുബൂവത്ത് ഏറ്റെടുക്കുമ്പോൾ അവിടുന്ന് ഒരുപാട് മർദ്ദനങ്ങളും അവിടുന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഏതാനും ചില ആളുകളും മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വാസികളായി ഉണ്ടായിരുന്നത്. മുസ്ലിമായതിൻ്റെ പേരിൽ, ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും യാതനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും ലഭിക്കുകയുണ്ടായി. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തുകയും സുരക്ഷിതമായ ഒരു ജീവിതം അവിടെ കെട്ടിപ്പടുക്കുകയും അവിടെയും സ്വസ്ഥതയും സമാധാനവും ലഭിക്കാത്ത സാഹചര്യമുണ്ടാവുകയും പിന്നീടും ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ അറേബ്യൻ ഭൂഖണ്ഡം മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഇസ്ലാം എന്ന മതത്തിൽ വിശ്വസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൻ നസ്റിന്റെ അവതരണം അതാണ് എന്നുള്ളതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ
ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിൽ നിന്നുള്ള സഹായവും അതേപോലെ തന്നെ വിജയവും വന്നു കഴിഞ്ഞാൽ, വറഅയ്തന്നാസ, ജനങ്ങളെ നീ കാണും, യദ്ഖുലൂന, പ്രവേശിക്കുന്നവരായി, ഫീ ദീനില്ലാഹി, അല്ലാഹുവിൻ്റെ മതത്തിൽ, അഫ്വാജൻ, കൂട്ടം കൂട്ടമായി ദീനിൽ പ്രവേശിക്കുന്നതായി നിനക്ക് കാണും എന്നുള്ളതാണ്. അൽ അറബ് വഗൈറുഹും യദ്ഖുലൂന ഫീ ദീനില്ലാഹി ജമാഅ, അതായത് അറബികളും അല്ലാത്ത ആളുകളുമൊക്കെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. ആ സമയത്ത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ, അല്ലാഹുവിനെ സ്തുതിക്കാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ ആയത്തിൻ്റെ പ്രത്യക്ഷ അർത്ഥം വെച്ച് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, സന്തോഷത്തിൻ്റെ വാചകങ്ങളാണ്, അല്ലെങ്കിൽ ആശയങ്ങളാണ്, അർത്ഥങ്ങളാണ്. എന്നാൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ കൃത്യമായി പഠിപ്പിച്ചു തന്നു, ഈ സൂറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ വൃത്താന്തമാണ്, മരണവാർത്ത അറിയിക്കുന്നതാണ് എന്ന് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് ദൗത്യ പൂർത്തീകരണം അത് ആയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്ത് അവതരിപ്പിച്ചതിലൂടെ മുസ്ലിമീങ്ങൾ അറിയിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, പല രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് ഈ നിർദ്ദേശം നൽകി. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാഹനത്തെയും പിടിച്ച് യമനിൻ്റെ ഭാഗത്തേക്ക് മുആദിനെയും കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുമ്പോൾ യാ മുആദ് എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശം നൽകുന്നുണ്ട്. നീ ചെല്ലുന്നത് വേദം നൽകപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ അരികിലേക്കാണ്. അതേപോലെ തന്നെ അവരോട് ആദ്യമായി ദഅവത്ത് നടത്തേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അത് അംഗീകരിച്ചാൽ നമസ്കാരം കൽപ്പിക്കണം, അതേപോലെ തന്നെ സക്കാത്ത്, അതേപോലെ തന്നെ നോമ്പ് എന്നിത്യാദി നിർദ്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ട് അവിടുന്ന് ദഅവത്തിൻ്റെ കാര്യങ്ങളും അതെങ്ങനെ നടത്തണമെന്ന കൃത്യമായ ചിത്രം കൈമാറിയതിനു ശേഷം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ ലഅല്ലക അൻ തമുറ ബിൽ മസ്ജിദി ഹാദാ ഔ ഖബരി. മുആദേ, അടുത്ത ഒരു വർഷം ഒരുപക്ഷെ, അല്ലെങ്കിൽ അടുത്ത ഒരു നിമിഷം ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടണമെന്നില്ല. നീ മദീനയിലേക്ക് വരുമ്പോൾ എൻ്റെ ഖബറിൻ്റെ അരികിലൂടെയായിരിക്കാം നീ നടന്നു പോകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കൃത്യമായ നിർദ്ദേശം തൻ്റെ മരണവാർത്ത മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം കരഞ്ഞിട്ടുകൊണ്ട് പ്രവാചകൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തവുമായിട്ട് യമനിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നാളെത്തുമ്പോൾ വഹി തുടരെയായി വന്നു തുടങ്ങി എന്നുള്ളതാണ്. കാരണം ഇസ്ലാം മതം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയ സമയത്ത് വഹി ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ സമയമായപ്പോൾ വഹി ഇറങ്ങി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അവസാനത്തെ റമളാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള റമളാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തിഖാഫ് 20 ദിവസം ഇരുന്നു എന്നുള്ളതാണ്. എല്ലാ റമളാനിലും 10 ദിവസം ഇരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിഖാഫ് അവസാനത്തെ റമളാനിൽ 20 ദിവസം ഇരുന്നു. അതേപോലെ തന്നെ റമളാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അതുവരെ ഇറങ്ങിയ മുഴുവൻ ആയത്തുകളും അതുവരെ ഇറങ്ങിയ മുഴുവൻ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതി കേൾപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ റമളാനിൽ 2 തവണ അത് ആവർത്തിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചുകൂടി പ്രകടമായ സൂചനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. അവിടുന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ മതം പൂർത്തിയായിരിക്കുന്നു എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോൾ അവിടുന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞു, പൂർത്തിയായ ഒന്നിലേക്ക് പിന്നീട് അത് കേടാകുകയാണ് ഉണ്ടാവുക, അതായത് അതിൽ നിന്ന് കുറവുകൾ അതല്ലെങ്കിൽ അതിൻ്റെ അഴികൾ അഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്
മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലഘട്ടം എത്തിയപ്പോൾ നിരന്തരമായി കൊണ്ട് തൻ്റെ മരണവാർത്ത സ്വഹാബാക്കളെ അറിയിച്ചു എന്നുള്ളതാണ്. അതിലാണ് അറഫ പ്രസംഗത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ. അല്ലാഹുവാണ് സത്യം, അടുത്ത ഒരു ദിവസം, അടുത്ത ഒരു വർഷം നിങ്ങളുമായി കണ്ടുമുട്ടണമെന്നില്ല, ഈ ദിവസം നിങ്ങളുമായി കണ്ടുമുട്ടണമെന്നില്ല, അതേപോലെ തന്നെ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളുമായി കണ്ടുമുട്ടണമെന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മരണവാർത്ത അവിടുന്ന് അറിയിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ജംറയിൽ കല്ലെറിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖുദൂ മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജ ബഅദ ആമി ഹാദാ. അല്ലയോ വിശ്വാസികളെ, മനുഷ്യരെ, ഖുദൂ മനാസികകും, എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നും കൃത്യമായി നിങ്ങൾ പഠിക്കണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജ ബഅദ ആമി ഹാദാ. അടുത്ത ഒരു വർഷം നിങ്ങളുമായി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഞാൻ ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി സ്വഹാബാക്കൾക്ക് നിർദ്ദേശം നൽകി. ഹിജ്റ 11-ാം വർഷം സഫർ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിൽ പോയിക്കൊണ്ട് ഉഹദിലെ ശുഹദാക്കളെ കണ്ടു. അവർക്ക് സലാം പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നു. അന്നു രാത്രി തന്നെ ബഖീഉൽ ഗർഖദിൽ പോയി അവിടെയുള്ള വിശ്വാസികൾക്ക് സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നവനാണ് എന്നുള്ള ആ പ്രാർത്ഥന നിർവഹിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഹിജ്റ 11-ാം വർഷം സഫർ 29 റബീഉ തിങ്കളാഴ്ച ദിവസം ബഖീഇൽ ഒരു ജനാസ കർമ്മം നിർവഹിച്ചു. കർമ്മങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി വരുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദന ആരംഭിക്കുകയാണ്. മരണകാരണമായിട്ടുള്ള രോഗത്തിന്റെ തുടക്കമായിരുന്നു അത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ രോഗിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 ദിവസം ജമാഅത്തിന് നേതൃത്വം നൽകിയെന്ന് ചരിത്രത്തിൽ കാണാൻ. പ്രിയമുള്ളവരെ, ആ ബഖീഇലേക്ക് മയ്യത്തുമായി കടന്നു ചെന്ന് അതിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് രോഗം ആരംഭിക്കുകയും ശക്തമായ തലവേദന വരികയും അവിടുന്ന് അങ്ങോട്ട് 11 ദിവസം മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നമസ്കരിച്ചു. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ നിന്നു മാറി ആയിഷ ഉമ്മയുടെ വീട്ടിൽ കഴിയാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഐന അനൽ യൗം ഐന അന ഗദൻ, ഇന്ന് ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണ്? ഇതിങ്ങനെ ആവർത്തിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു കൊണ്ടിരുന്നു. പ്രവാചകന്റെ പത്നിമാർക്ക് അത് മനസ്സിലായി. ആയിഷ ഉമ്മയുടെ വീടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് എല്ലാ പത്നിമാരും അനുവാദം നൽകുകയും മഹാനായ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളിൽ അവിടുന്ന് കൈവച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. ആ സമയത്ത് ശക്തമായ തലവേദന കാരണം തലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുണി കൊണ്ട് കെട്ടിയിരുന്നു എന്നും അതേപോലെ തന്നെ കാല് നിലത്ത് വെക്കാൻ കഴിയാത്ത രീതിയിൽ 2 കാലും നിലത്ത് വലിച്ചഴച്ചുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് പോയത് എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അവിടുന്ന് അങ്ങോട്ട് രോഗം വർദ്ധിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തിയപ്പോൾ മുഅവ്വിദാത്ത് സൂറത്തുകൾ ഓതി തടവിക്കൊടുത്തു എന്നുള്ളതാണ്. അവിടുന്ന് ഊതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ തന്നെ ഊതിക്കൊണ്ട് ആ കൈകൾ കൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ ശരീരം തടവിയത്. കാരണം ബർക്കത്തിനായി റസൂലിന്റെ കൈകൾ തന്നെ ഉപയോഗിച്ചു. അതിനേക്കാൾ നല്ല കൈ വേറെ ഇല്ല എന്നതുകൊണ്ട് തന്നെ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അവിടുന്ന് പ്രവാചകന്റെ കൈകളിലേക്ക് ഊതിക്കൊണ്ട് പ്രവാചകന്റെ കൈകൾ കൊണ്ട് തടവുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത സ്നേഹമാണെന്ന് വാദിക്കുന്ന ആളുകൾ ആഘോഷങ്ങൾ നടത്തുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ ദിവസം 12-നും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും എന്തായിരുന്നു പ്രവാചകന്റെ ജീവിതം എന്നുള്ളത് കൃത്യമായി പഠിച്ചതിന് ശേഷം ഇറങ്ങാൻ ധൈര്യം കാണിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, അത്
പഠിച്ച ഒരാളും അന്ന് ആഘോഷിക്കാൻ ധൈര്യം കാണിക്കുകയില്ല, അന്നതിനു വേണ്ടി ഇറങ്ങുകയില്ല എന്നുള്ളതാണ്. അന്ന് വിശ്വാസിയാണോ, പ്രവാചകന്റെ ജീവിതവും മരണവും പഠിച്ച ആളുകളാണോ, അന്ന് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുമെന്നുള്ളതാണ്. കാരണം ഏറ്റവും വലിയ പ്രയാസമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവാചകന്റെ വിയോഗം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മരണത്തിന്റെ 5 ദിവസം മുമ്പ് ബുധനാഴ്ച ദിവസം അവിടുന്ന് തലക്കും വയറിനും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്കും വയറിനും വേദന കൂടുകയാണ്. അതുപോലെ തന്നെ തലക്കുമീതെ വെള്ളമൊഴിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. ഒരൽപ്പം ആശ്വാസം ലഭിച്ചപ്പോൾ സ്വഹാബികളുടെ സഹായത്തോടുകൂടി പള്ളിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. എന്നിട്ട് അവിടുത്തെ മിമ്പറിൽ കയറിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു കൊണ്ട് സ്വഹാബികൾ അഭിസംബോധനം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അത് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ അലൽ മിമ്പർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരുന്നു. ഫഖാല, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅതിയഹു മിൻ സഹറത്തിദ് ദുനിയ മാ ശാഅ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. തൻ്റെ അടിമയോട് ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ തൻ്റെ യജമാനൻ ആവശ്യപ്പെട്ടു. അതല്ലെങ്കിൽ തൻ്റെ രക്ഷിതാവിൻ്റെ അരികിലുള്ള ആശ്വാസം, ആ രക്ഷിതാവിൻ്റെ അരികിലുള്ള സഹവാസം തിരഞ്ഞെടുക്കാൻ വേണ്ടി തൻ്റെ അടിമയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഫഖ്താറ മാ ഇൻദഹു, അള്ളാഹുവിൻ്റെ അരികിലുള്ള സഹവാസം ആ അടിമ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അതായത് എൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്, എന്നെ എന്തിനാണോ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടുള്ളത് ആ ദൗത്യം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എന്നും അത് തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ അരികിലുള്ള ആ ഒരു ജീവിതം ഞാൻ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പം ഫബക അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്, വിയോഗത്തിന്റെ സമയമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കരഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ഇഷ്ടം അത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ അമന്നിന്നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂബക്കറിൻ, എന്നോട് സമ്പത്ത് കൊണ്ടും സഹവാസം കൊണ്ടും ഏറ്റവും അടുത്തത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഉപകാരമുണ്ടായത് അബൂബക്കറിന്റെ സഹവാസവും സമ്പത്തുമാണ്. വലൗ കുൻത മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി ലത്തഖസ്തു അബൂബക്കറിൻ, ഞാനെങ്ങാനും എൻ്റെ കൂട്ടുകാരനായി ഒരാളെ സ്വീകരിക്കുകയാണ് എങ്കിൽ അബൂബക്കറിനെ കൂട്ടുകാരനായി സ്വീകരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അബൂബക്കർ അതെൻ്റെ എൻ്റെ സന്തത സഹചാരിയാണ് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരനാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങളുണ്ടായിരുന്നു, അന്ന് തൻ്റെ ഉമ്മത്തിന് നൽകിയ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജു അല്ലാഹു ലക്കും മിൻ സഹറത്തിദ് ദുനിയ. ഖാലു വമാ സഹറത്തുദ് ദുനിയ യാ റസൂലല്ലാഹ്? ഖാല ബർക്കത്തുൽ അർള്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഇഹലോക വിഭവങ്ങളുടെ വർധനവാണ്. അതായത് ഇഹലോകത്തോടുള്ള അമിതമായ ഭ്രമവും അതിനോടുള്ള അമിതമായ താല്പര്യവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉപദേശം നൽകി എന്നുള്ളത് അള്ളാഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് അവിടുന്ന് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലഅനത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, അലൽ യഹൂദി വൻ നസാറ, യഹൂദികൾക്കും നസ്രാനികൾക്കും. കാരണം എന്തെന്നല്ലേ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അംബിയാക്കന്മാരുടെ പിന്നെ കബറിടങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി, അവരവിടെ പോയി ആരാധിക്കുന്ന സ്ഥലങ്ങളാക്കി അതിനെ മാറ്റി. അവരുടെ അമ്പിയാക്കന്മാരുടെ കബറിടത്തിന്റെ അരികിൽ പോയി ആരാധിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഖേദകരെന്ന് പറയട്ടെ, ഈ റബീഉൽ അവ്വൽ മാസം പ്രത്യേകം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും വിവിധ നാടുകളിൽ നിന്നും ചില ആളുകൾ മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നുകൊണ്ട് ആ പച്ച കുബ്ബയിലേക്ക് നോക്കിക്കൊണ്ട് മസ്ജിദുൻ നബവിയുടെ ഖിബിലക്ക് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയുടെ മുമ്പിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥാവിശേഷം മുസ്ലിം നാമധാരികൾക്കിടയിൽ ഇന്നും കണ്ടുവരുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അതിന് തടയിട്ടുകൊണ്ട് അന്നും ഇന്നും അൽഹംദുലില്ലാഹ് സൗദി അറേബ്യയുടെ ഗവൺമെന്റ് പ്രത്യേകം മിലിറ്ററികളെ സജ്ജമാക്കിക്കൊണ്ട് അത്തരം ആളുകൾ അവിടുന്ന് ആട്ടിയോടിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എന്തെന്നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളും നസ്രാനികളും നശിക്കട്ടെ എന്ന് പറഞ്ഞത്, അതേ അവസ്ഥാവിശേഷം പ്രവാചകന്റെ ഖബറിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷം ഇന്ന് ആളുകളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് നേരെ എതിര് ചെയ്തുകൊണ്ട് എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് അടങ്ങാത്ത ഹുബ്ബാണെന്ന് പറയുമ്പോൾ അത് കാപഢ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. മൂന്നാമത്തത്, തന്റെ ഖബർ അത് നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹമാക്കരുത് എന്നുള്ളതാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു ഇടമാക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് പ്രിയമുള്ളവരെ ഇന്നും അവിടുത്തെ ഗവൺമെന്റ് ഒരാളെ കൊണ്ടും പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്ത വിധം അവിടെ കൃത്യമായ പ്രൊട്ടക്ഷൻ നിയന്ത്രണങ്ങളും വരുത്തുന്നു എന്നുള്ളത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തോട് പ്രത്യേകം ദേഷ്യം വെച്ച് ഉയർത്തുന്നുണ്ട്. എന്താ കാരണമെന്നല്ലേ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അംബിയാക്കന്മാരുടെ പിന്നെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസിയ്യത്തുകൾ അത് പ്രിയമുള്ളവരെ അത് കൃത്യമായി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വിയോഗത്തിന്റെ സമയത്ത് നിങ്ങൾ എൻ്റെ ഖബറിടം ആഘോഷത്തിന്റെ കേന്ദ്രമാക്കരുത് എന്ന് പറയുമ്പോൾ ഈ വസിയ്യത്ത് ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ. നേരെ മറിച്ച് ഈ വസിയ്യത്ത് നേരെ മാറ്റിവെച്ചുകൊണ്ട് അതിന് നേരെ എതിര് ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഭാഗത്തുനിന്നോ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിൻ്റെ 4 ദിവസം മുമ്പ് വ്യാഴാഴ്ച ദിവസം അന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ നൽകി. അതിലൊന്ന് ജസീറത്തുൽ അറബ് മുസ്ലിമീങ്ങളുടേതു മാത്രമായിരിക്കണം. അതായത് മുസ്ലിമീങ്ങളുടേതു മാത്രമായിരിക്കണം. രണ്ടാമത്തത്, ഒഴിഞ്ഞുപോകാത്ത മുശ്രിക്കുകളെ നിർബന്ധിച്ചുകൊണ്ട് പുറത്താക്കാനുള്ള അനുമതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. അതായത് ഒരുപാട് ഇളവുകൾ നൽകിയിട്ടും ഒരുപാട് ഉപാധികൾ വെച്ചിട്ടും ഇസ്ലാമിന് നേരെ തിരിയുന്ന ആളുകൾ അവർ നിർബന്ധമായും ജസീറത്തുൽ അറബിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ള നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അതേപോലെ തന്നെ മൂന്നാമത് നൽകിയത് ഏതവസ്ഥയിലും നമസ്കാരം ഒഴിവാക്കരുത് എന്ന് തൻ്റെ ഉമ്മത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നിർദ്ദേശം നൽകി. നോക്കൂ നിങ്ങൾ, തൻ്റെ മരണത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും തൻ്റെ ഉമ്മത്തിനോട് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ഉപദേശം, നിസ്കാരം നിങ്ങൾ ഒഴിവാക്കരുതേ, നമസ്കാരം നിങ്ങൾ വീഴ്ച വരുത്തരുതേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്ന് ആത്മാർത്ഥമായി ആഘോഷിക്കുന്ന ആളുകളോടാണ് ചോദിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഹുബ്ബുണ്ട് എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ വേണ്ടി റോട്ടിലും അങ്ങാടിയിലും ഇറങ്ങുന്ന ആളുകളോട് ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ, എൻ്റെ ജീവിതത്തിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഞാൻ അപാകതകൾ വരുത്തുന്നില്ല, വീഴ്ചകൾ വരുത്തുന്നില്ല എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? ഉസ്താദുമാരെ നിങ്ങൾക്ക് കീഴിൽ അണിനിരത്തുന്ന ആയിരങ്ങളുണ്ട്. ആ ആയിരങ്ങൾ ഒരാൾ പോലും നമസ്കാരത്തിൽ വീഴ്ച വരുത്താത്ത അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ്. അത്രയും ഹബ്ബ് വെച്ചുകൊണ്ടെന്ന് അങ്ങാടിയിൽ ഇറങ്ങുന്നത് എന്ന് ധൈര്യമുണ്ടോ പറയാൻ? പ്രിയമുള്ളവരെ, അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് റസൂലിൻ്റെ മാതൃക ഇതാണ്. ഇതിൽ വീഴ്ച വരുത്തരുതേ എന്ന് റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളിൽ കണിശത പുലർത്താനാണ് തൻ്റെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്. അതല്ലാതെ ഒരു ദിവസം നിങ്ങളെല്ലാവരും തോരണം കെട്ടണം, അങ്ങാടിയിൽ ഇറങ്ങണം,
ബാൻഡ് വിളിക്കണം എന്ന് പറയാനല്ല മുസ്ലിയാക്കന്മാർ തൻ്റെ ശബ്ദങ്ങളും തൻ്റെ തൂലികകളും ഉപയോഗപ്പെടുത്തേണ്ടത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം മൂർച്ഛിച്ചിട്ട് പോലും അന്ന് 4 നേരം ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നു എന്നുള്ള. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായി. പക്ഷേ എന്നിട്ടും 4 വക്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് ഇമാം നിന്നു. ഇശാഇൻ്റെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെട്ടു. രോഗം വർദ്ധിച്ചുകൊണ്ട് ബോധം നഷ്ടപ്പെട്ടു. ബോധം തിരിച്ചു വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ജനങ്ങൾ നിസ്കരിച്ചോ? ഖുൽനാ, ഞാൻ പറഞ്ഞു, ലാ ഇല്ല ഹും യന്തളിറൂനക, റസൂലേ അങ്ങയെ കാത്തിരിക്കുകയാണ് അവർ, അങ്ങയെ കാത്തിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അത് തലയിലൂടെ ഒഴിക്കുകയും ചെയ്തു. ശേഷം പള്ളിയിലേക്ക് എഴുന്നേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ റസൂലിൻ്റെ ബോധം വീണ്ടും നഷ്ടപ്പെട്ടു. വീണ്ടും ബോധം തിരിച്ചു കിട്ടിയപ്പോൾ റസൂൽ വീണ്ടും ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ ഉമ്മ പറഞ്ഞു, ലാ ഹും യന്തളിറൂനക, റസൂലേ അങ്ങയെ കാത്തിരിക്കുകയാണ്. ഇത് 3 തവണ ആവർത്തിച്ചു. 3 തവണ റസൂലിൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചു എന്നുള്ളതാണ്. റസൂലിന് കഴിയുന്നില്ല, റസൂലിന് മുസ്ലിമീങ്ങൾക്ക് ഇമാമത്ത് നമസ്കരിക്കാൻ കഴിയുന്നില്ല. അത് സാധിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. പക്ഷേ ആയിഷ പറയുന്നുണ്ട്, ഉപ്പാക്കതിന് കഴിയില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ നിർദ്ദേശം അബൂബക്കർ ഇമാമ് നിൽക്കണമെന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് മുസ്ലിം ഉമ്മത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ 4 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം അന്നത്തെ ഇശാഓടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നേതൃത്വം നൽകിയത്. പ്രിയമുള്ളവരെ, മരണത്തിൻ്റെ 2 ദിവസം മുമ്പ് ശനിയാഴ്ച ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവനെ പോലെ ആയി എന്നുള്ളതാണ്. സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. ളുഹറിൻ്റെ സമയത്ത് ഒരല്പം ആശ്വാസം ലഭിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോയി. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ളുഹർ നമസ്കാരത്തിന് ഇമാമത്തായി നിൽക്കുന്നുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടതുഭാഗത്ത് അവിടുന്ന് ചെന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബാക്കൾ അബൂബക്കർ റളിയല്ലാഹു അൻഹയെയും തുടരുന്ന രീതിയിൽ നമസ്കരിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മരണത്തിൻ്റെ തലേ ദിവസം ഞായറാഴ്ച ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അടിമകളെ മോചിപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന 7 ദീനാറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനം ചെയ്തു. തൻ്റെ വാള് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തു. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ വിളക്കിലൊഴിക്കാൻ വേണ്ടിയുള്ള എണ്ണ അയൽവാസിയിൽ നിന്ന് കടം വാങ്ങി. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ നിമിഷവും ഇനി അധികമില്ല എന്ന് മനസ്സിലാക്കിയ സ്വഹാബാക്കൾ കൂടെ നിന്നുകൊണ്ട് കണ്ട് അറിഞ്ഞ മനസ്സിലാക്കിയ കാര്യങ്ങൾ, പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നതാണ്. ഇതാണ് പ്രിയമുള്ളവരെ ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ വായിച്ചെടുക്കുന്ന, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് അന്ന് എങ്ങനെ പ്രിയമുള്ളവരെ കരയാതെ ആഘോഷിക്കാൻ, ചിരിച്ച് ആർമാദിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മരണത്തിൻ്റെ ദിവസം തിങ്കളാഴ്ച ദിവസം, അതായത് റബീഉൽ അവ്വൽ 12-ന് സുബഹി നമസ്കാരം അബൂബക്കർ റളിയല്ലാഹു അൻഹു നിർവഹിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിൽ നിന്നുള്ള പള്ളിയിലേക്കുള്ള ആ വിരിയൊന്നിങ്ങനെ മാറ്റി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമത്തിൽ നിന്ന് പിന്നിലേക്ക് മാറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആംഗ്യം കാണിച്ചു, അവിടെ തന്നെ തുടരാൻ വേണ്ടി ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് ആ വിരി അവിടുന്ന് വീണ്ടും അടക്കുകയുണ്ടായി എന്നുള്ളതാണ്. സഹാബാക്കൾ പറയുന്നുണ്ട്, സന്തോഷം നിമിത്തം ജനങ്ങളുടെ നമസ്കാരം കുഴപ്പത്തിലായോ എന്ന് വരെ ചിലർക്ക് തോന്നിപ്പോയി. കാരണം റസൂല് വരികയാണെന്നുള്ള ആഹ്ലാദത്തോടുകൂടി ഒരു നിസ്കാരം തന്നെ ആകെ കുഴപ്പത്തിലായെന്ന് സ്വഹാബികൾക്ക് തോന്നിയെന്നാണ്. അത്രക്കും ആഗ്രഹമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കണം എന്നുള്ളത്. പക്ഷേ അന്നത്തെ ഫജ്ർ നമസ്കാരത്തോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരു നമസ്കാരവും ഇവിടെ വെച്ച് നമസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്.
അങ്ങനെ മരണത്തിൻ്റെ ദിവസം ആ ദുഹാ സമയത്ത് പ്രിയമുള്ളവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദനയുള്ള ഭാഗത്ത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ദുഹാ സമയത്ത് അങ്ങാടിയിലേക്ക് ബാൻഡും കൊട്ടിക്കൊണ്ട് റസൂലിനോടുള്ള ഹുബ്ബാണെന്ന് പറഞ്ഞുകൊണ്ട് പായസവും അതേപോലെ തന്നെ മിഠായിയും വിതരണം ചെയ്തുകൊണ്ട് ആഘോഷിക്കാൻ ഇറങ്ങുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് അള്ളാൻ്റെ റസൂലിന് വേദന കൂടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വേദനയുടെ ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുറുക്കി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് സ്വകാര്യം പറഞ്ഞു എന്നുള്ളത്. ആദ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു, പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു എന്നുള്ളതാണ്. ശേഷം പ്രവാചകന്റെ മരണശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞാൻ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ഉപ്പ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സാറനി النبي صلى الله عليه وسلم أنه يقبض وجه الذي توفي فيه فبكيت. അതായത് എൻ്റെ മരണശേഷം എന്നോട് ചേരുന്നത് ആദ്യം, അതായത് ഉപ്പ മരിക്കാൻ പോകുകയാണ് എന്നുള്ള കൃത്യമായ നിർദ്ദേശം അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് നൽകി. അപ്പോൾ ഫബക്കൈതു, ഞാൻ കരഞ്ഞു. സുമ്മ സാറനി ഫഅഖ്ബർനി അന്ന അവ്വലു അഹ്ലി ഇത്ബഉഹു ഫളഹിക്കത്. അതേപോലെ തന്നെ രണ്ടാമത് എന്നെ വിളിപ്പിച്ചു പറഞ്ഞത്, ഉപ്പയിലേക്ക് പിന്നെ ആദ്യം ഈ കുടുംബത്തിൽ നിന്ന് വന്നു ചേരുന്നത് ഫാത്തിമ നീയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു. അതേപോലെ തന്നെ രണ്ടാം വട്ടം ചേർത്തു പിടിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൂടി പറഞ്ഞു, യാ ഫാത്തിമ, അല്ലയോ ഫാത്തിമ, അലാ തർളൈന അൻ തകൂനി സയ്യിദത നിസാഇൽ മുഅ്മിനീൻ ഔ സയ്യിദത നിസാഇ ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ പിന്നെ സ്ത്രീകളുടെ നേതാവാകാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ, നീ അതിൽ തൃപ്തിപ്പെടുന്നുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു എന്നുള്ളതാണ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, ലോകത്തെ സ്ത്രീകൾക്ക് മാതൃകയായിക്കൊണ്ട് അവിടുന്ന് 4 ആളുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് ആയിഷ മറ്റൊന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് ഫിർഔനിൻ്റെ ഭാര്യ ആസിയ ബീവിയാണ്, മറ്റൊന്ന് പിന്നെ മറിയം ബീവിയാണ്. ഈ 4 ആളുകളാണ്. എന്നാൽ ഇവരാണ് സ്വർഗത്തിലെ സ്ത്രീകൾക്ക് നേതൃത്വം വഹിക്കുന്നത് എന്നും, എന്നാൽ ഇവരെക്കാൾ ഏറ്റവും ഇവരെ എല്ലാവരെയും നേതൃത്വം വഹിക്കുന്നത് ഫാത്തിമ ബീവിയാണ് എന്നും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ആ മരണത്തിൻ്റെ വേദന അനുഭവിക്കുന്ന ആ സമയത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അതേപോലെ തന്നെ തൻ്റെ ഭാര്യമാരെ അവരെ അടുത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ വസിയ്യത്ത് തൻ്റെ കുടുംബത്തിന് കൈമാറി. അതേപോലെ തന്നെ ജനങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലാ വമാ മലക്കത് ഐമാനുക്കും. അസ്സലാ, നമസ്കാരം നിങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിക്കണം. വമാ മലക്കത് ഐമാനുക്കും, അതേപോലെ തന്നെ അടിമകളുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അവസാന നിമിഷത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമസ്കാരത്തെക്കുറിച്ചാണ്. അതേപോലെ തന്നെ രോഗം മൂർച്ചിട്ടുള്ള ആ നാളുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടങ്ങാതെ പള്ളിയിലേക്ക് എത്തുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസാരമായ കാര്യങ്ങൾക്ക് പേരിൽ, നിസാരമായ അസുഖങ്ങളുടെ പേരിൽ പള്ളിയിലുള്ള ജമാഅത്ത് മുടക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിച്ചിട്ടുള്ള സമയത്ത് പോലും അവിടുന്ന് പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതിനർത്ഥം തീരെ വയ്യാതെ കിടക്കുമ്പോൾ പള്ളിക്ക് പോകണം, അതാണ് ഇസ്ലാം പഠിപ്പിച്ചൊരു നിയമം എന്നുള്ളതല്ല. നേരെ മറിച്ച് പോകാൻ കഴിയുന്നവർ പോകുന്നതാണ് വേണ്ടത് എന്നുള്ള വലിയ സന്ദേശമുണ്ട്. അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നിർദ്ദേശം നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷമ്മയോട് പറയുകയാണ്, ആയിഷ, അന്ന് ഖൈബറിൽ ജൂത സ്ത്രീ തന്ന ആ വിഷത്തിൻ്റെ അന്ന് അനുഭവിച്ച വേദന ഉണ്ടല്ലോ, ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, അവിടുന്ന് ഇസ്ലാമിനെതിരെ ശക്തമായി ജൂതന്മാർ രംഗത്തിറങ്ങിയപ്പോൾ അവിടെ ചെന്നുകൊണ്ട് അവരുമായി യുദ്ധം ചെയ്തുകൊണ്ട് അവിടെ വിജയിക്കുകയും എന്നിട്ട് പോലും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു അലിവ് കാണിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാം, പക്ഷെ അതിൻ്റെ ഇത്ര ശതമാനം മദീനയിലേക്ക് എത്തണം, ഇത്ര ശതമാനം നിങ്ങൾക്കതിൽ നിന്നെടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇസ്ലാമിനെ എത്രമാത്രം പിന്നെ നോവിക്കാൻ കഴിയുമോ അങ്ങനെ നോവിച്ച ആളുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ട് പോലും അവരോട് അങ്ങനെ പറഞ്ഞു പോകുന്നത്. ആ പോരുന്ന സമയത്ത് ഒരു ജൂത പെണ്ണ് വന്നിട്ട് പറയാണ്, ഇതിൻ്റെ സന്തോഷത്താൽ അങ്ങക്ക് മാംസം തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഏത് ഭാഗമാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ
ആടിൻ്റെ കാലിൻ്റെ തുടയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ വിഷം പുരട്ടിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുമൊത്ത് ഭക്ഷിക്കാനിരിക്കുന്ന സമയത്ത് ബിശ്ർ റളിയല്ലാഹു അൻഹു അത് കഴിക്കുകയും ഉടനെ തന്നെ മരണപ്പെടുകയും ചെയ്തു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കാൻ വേണ്ടി വായിലേക്ക് വെച്ചിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ തൊണ്ട കീറി എന്നുള്ളതാണ് അന്ന് അനുഭവിച്ച വേദന. 3 വർഷം മുമ്പ് ഞാൻ അനുഭവിച്ച ആ വേദന ഇന്ന് ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂല് വേദന അനുഭവിക്കുന്ന സമയത്ത് ആഘോഷിക്കാൻ പ്രിയമുള്ളവരെ ഒരു മുസ്ലിമിന് കഴിയോ? എങ്ങനെ കഴിയുന്നത്? അല്ലാഹുവിൻ്റെ റസൂലിനോട് ഒരു ലെവലേശം പോലും ഹുബ്ബില്ലാത്തവനാണ് പ്രിയമുള്ളവരെ അന്ന് ആഘോഷിക്കാൻ ഇറങ്ങുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകന്റെ ഈ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് വാ കർബാബ, എൻ്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ് എന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഉപ്പാക്ക് ഈ ദിവസത്തിന് ശേഷം പിന്നെ ഒരു വേദനയില്ല മോളെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ആ മരണത്തിന്റെ സമയത്ത് അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന മിസ്വാക്ക് അത് വേടിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ വായിലിട്ട് പദം വരുത്തിക്കൊണ്ട് അത് പല്ല് തേപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യമായി പറയുന്നുണ്ട്, അവസാന സമയത്ത് എൻ്റെ ഉമനീരും പ്രവാചകന്റെ ഉമനീരും കൂടി ചേർന്നിട്ടുണ്ട് എന്ന് വലിയ ഭാഗ്യമായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ റസൂലിന്റെ ആ മരണവേദന അത് കഠിനമായിരിക്കുന്ന ആ സമയത്ത് പ്രിയമുള്ളവരെ അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തുകയും എന്നിട്ട് ആ കരങ്ങൾ കൊണ്ട് തന്റെ മുഖം തടവുകയും ചെയ്തു. യഖൂലു, എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് വിരലുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഫിർ റഫീഖിൽ അഅലാം, ഫിർ റഫീഖിൽ അഅലാം, ഫിർ റഫീഖിൽ അഅലാം, ഉന്നതനായ കൂട്ടുകാരന്റെ അരികിലേക്ക്, ഉന്നതനായ കൂട്ടുകാരന്റെ അരികിലേക്ക്, ഉന്നതനായ കൂട്ടുകാരന്റെ അരികിലേക്ക് എന്ന് പ്രവാചകന്റെ ഈ ലോകത്തുള്ള അവസാനത്തെ സംസാരം നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു പോയി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അവിടുന്ന് സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിച്ചിട്ടുള്ള ആ സമയത്ത് ഒരു വിശ്വാസിക്ക് എങ്ങനെ ആഘോഷിക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, ലവലേശം ഹുബ്ബുള്ള ഒരു വിശ്വാസിക്ക് അന്ന് ആ സമയത്ത് കരയാനല്ലാതെ ചിരിക്കാനും ആഹ്ലാദിക്കാനും മധുരം വിതരണം ചെയ്യാനും എങ്ങനെ ഒരു വിശ്വാസിക്ക് ധൈര്യം വരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്തായിരുന്നു? തേങ്ങിക്കൊണ്ട് കരയുകയായിരുന്നു എന്നുള്ളതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സ്വബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകന്റെ മരണം അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ടായി. അവിടുന്ന് തൗറാത്ത് സ്വീകരിക്കാൻ മൂസ നബി അലൈഹിസ്സലാം പോയതുപോലെ പ്രവാചകൻ പോയിട്ടാണ് എന്റെ പ്രവാചകൻ മരണപ്പെട്ടിട്ടില്ല എന്ന് അവിടുന്ന് സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് പറയുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന ദിവസവും അതേപോലെ തന്നെ മദീനയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ദിവസവും ഞാൻ സാക്ഷിയാണ്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന ദിവസം ഇതുപോലെ ഉള്ള ഒരു ആനന്ദത്തിന്റെ ദിവസം വേറെ ഉണ്ടായിട്ടില്ല, ഇതുപോലെ ആളുകൾ സന്തോഷിച്ച ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. എന്നാൽ പ്രവാചകൻ മരണപ്പെട്ട ആ ദിവസമുണ്ടല്ലോ, ഇതുപോലെ ഒരു വേദനിച്ച, മദീന മുഴുവൻ കരഞ്ഞ, സഹാബാക്കൾ ഇരുട്ടിൽ തപ്പിയ ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട് പൊളഞ്ഞ ഈ ദിവസം ഈ സമൂഹത്തിന് എങ്ങനെ ആഘോഷിക്കാൻ ധൈര്യം വരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ദുഹാ സമയത്ത് ഘോഷയാത്രകളും മുട്ടും പാട്ടും അതേപോലെ തന്നെ വഴിതടയലുമായി കൊണ്ട് പ്രയാസം സൃഷ്ടിക്കാൻ എങ്ങനെ മുസ്ലിം നാമധാരികൾ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. റസൂലിന്റെ മരണം സഹിക്കാൻ കഴിയാതെ സഹാബാക്കൾക്ക് ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചിലർ പറഞ്ഞു, റസൂലില്ലാത്ത മദീനയിൽ ഇനി ഞാനില്ലെന്ന് പറഞ്ഞു ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീന വിട്ടു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതായിരുന്നു അവർക്ക് പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. പ്രവാചകന്റെ ഓർമ്മകൾ
ആളുകൾ നിൽക്കുന്ന ഈ സമയത്ത് ഈ നാട്ടിൽ പ്രവാചകനില്ലാതെ ഒരു നിമിഷം ഇനി എനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു നാടുവിടുകയാണ്. പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ ഉദാഹരണമായിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ ദിവസം ആഘോഷിക്കുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, എങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച ദിവസം ആഘോഷിക്കാൻ കഴിയും? ഇനി ജനിച്ചത് അതേ ദിവസമാകട്ടെ. പ്രിയമുള്ളവരെ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് മരണപ്പെട്ടത് എന്ന്. പ്രിയമുള്ളവരെ, ജനിച്ചതെന്നാണെങ്കിലും മരിച്ചതെന്നാണ് എന്ന് കൂടുതൽ ആളുകളും പറയുമ്പോൾ ഒരു വിശ്വാസിക്ക് ഏതായിരിക്കും കൂടുതൽ വേദന ഉണ്ടാകുക? നമ്മളൊന്നാലോചിക്കുക. അവനവൻ്റെ മക്കൾ ജനിച്ച അതേ ദിവസമാണ് മരിച്ചത് എന്ന് ആഘോഷിക്കാൻ കഴിയുമോ? എൻ്റെ മകൻ ജനിച്ച ദിവസമാണ്, എന്നാൽ മരിച്ചതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക. പ്രിയമുള്ളവരെ, നമുക്കെങ്ങനെ കഴിയും? അന്നാണ് റസൂൽ ജനിച്ചത് എന്ന് തന്നെ വെക്കട്ടെ, പക്ഷെ അന്നാണ് മരിച്ചത് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുമ്പോൾ അന്ന് ഈ മരിച്ചതിനെ മറന്നുകൊണ്ട് ജനിച്ചതിനെ ആഘോഷിക്കാൻ എങ്ങനെ, പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക് കഴിയുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അസ്വാബ അഹദുക്കും മുസീബത്തുൻ ഫൽയദ്കുർ മുസീബതുഹു ബി ഫഇന്നഹാ മിൻ അഅ്ദമിൽ മസായിബ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അസ്വാബ അഹദുക്കും മുസീബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല മുസീബത്തും ബാധിക്കുകയാണെങ്കിൽ, വല്ല പ്രയാസവും ഉണ്ടാവുകയാണെങ്കിൽ, ഫൽയദ്കുർ മുസീബതുഹു ബി, എനിക്കുണ്ടായ പ്രയാസത്തെ, മുസീബത്തിനെ നിങ്ങൾ ഓർക്കണം എന്നുള്ളതാണ്. അതായത് റസൂലിനുണ്ടായ ഏറ്റവും വലിയ മുസീബത്ത്, അല്ലെങ്കിൽ റസൂലിനോടുണ്ടായ ഒരു മുസീബത്ത് എന്ന് പറയുന്നത് എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു എന്നാണ്. ഫഇന്നഹാ മിൻ അഅ്ദമിൽ മസായിബ്, നിങ്ങൾക്കുണ്ടാകുന്ന മുസീബത്തുകളിൽ ഏറ്റവും വലുതെന്താ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണം. മകൻ മരിച്ചു, വല്ലാതെ പ്രയാസമുണ്ട്, അതിന് ആശ്വാസം എന്താ? എൻ്റെ റസൂല് മരിച്ചിട്ടുണ്ട്, അതിനേക്കാൾ വലുതല്ല എൻ്റെ മരണം, മകൻ്റെ മരണം. അതിനേക്കാൾ വലുതല്ല എൻ്റെ വാപ്പയുടെ മരണം, എൻ്റെ ഉമ്മയുടെ മരണം, എൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മരണം. കാരണം എനിക്കവരേക്കാൾ കൂടുതൽ വേദന എൻ്റെ റസൂലിൻ്റെ മരണത്തിനാണ്. അതാണ് ഫഇന്നഹാ മിൻ അഅ്ദമിൽ മസായിബ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മരണവാർത്തയിൽ, പ്രിയമുള്ളവരെ, നമുക്കുള്ള പാഠമെന്ന് പറയുന്നത് നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. വിശ്വാസികൾ തൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. അതേ ആശയം തന്നെയാണ് ഇന്ന് ഇത് ആഘോഷിക്കുന്ന ആളുകളുടെ പള്ളികളിൽ നബാത്തി ഖുതുബയിൽ അവിടുന്ന് കൃത്യമായി കൊണ്ട് ഒന്നിലധികം വിഷയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. അറബിയിലുള്ള ഇത്തരം ആളുകളുടെ മിമ്പറുകളിൽ നിന്ന് റബീഉൽ അവ്വൽ മാസത്തിൽ കേൾക്കുന്ന ഒന്നിലധികം ഖുതുബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടുത്തെ ആ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. പള്ളിയിലൊന്നും പുറത്ത് വേറൊന്നും കാണിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കാപഢ്യമല്ലേ അത് കൃത്യമായ കാപഢ്യമല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ റസൂലിനോട് ഹുബ്ബുള്ള ഒരു വിശ്വാസി അവൻ ചെയ്യേണ്ടത് റസൂൽ എന്താണോ നമുക്ക് പഠിപ്പിച്ചത് അത് കൃത്യമായി ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്, ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതല്ലാതെ പ്രവാചകനോടുള്ള ഹുബ്ബ് ഈ കേവലം ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അള്ളാഹിൻ്റെ റസൂലിനോട് ഹുബ്ബുണ്ടോ, അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ആ പ്രവാചകൻ്റെ മാതൃക അവൻ പാലിച്ചുകൊണ്ട് ജീവിച്ചിരിക്കും. അതല്ലാത്തവൻ എല്ലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അവഗണിച്ചുകൊണ്ട് ഒരു ദിവസം മാത്രം തോരണം കെട്ടിയിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അത്തരം ആളുകൾ എന്തൊക്കെ സുന്നത്തുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കുക. ബാക്കിയുള്ളവരെല്ലാവരും ഫോളോ ചെയ്യുന്നു എന്നുള്ളതല്ല. പ്രിയമുള്ളവരെ, ഇത്തരം ഹുബ്ബാണ് എന്ന് അവകാശവാദം പറയുമ്പോൾ എത്രമാത്രം റസൂലിനോട് ഹുബ്ബ് ആത്മാർത്ഥമായി സുന്നത്തുകൾ പാലിച്ചുകൊണ്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസം നിങ്ങൾക്ക് ബാധിച്ച, മുസ്ലിം ഉമ്മത്തിന് ബാധിച്ച, ഈ ലോകത്തിനുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിൻ്റെ ദിവസം ഒരു വിശ്വാസിക്കൊരിക്കലും ആഘോഷിക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റലാണ് യഥാർത്ഥത്തിൽ ഹുബ്ബ്. അങ്ങനെ ഹുബ്ബ് വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഇൻഷാ അള്ളാഹ് നാളെ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ഉണ്ടാകും. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ചൊരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. റഹ്മാനായ അള്ളാഹുവെ, റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് സ്വർഗം നേടിയെടുക്കുന്ന വിശ്വാസികളെ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അള്ളാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ
منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدنا من النار رب ارحمهما كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين والله تعالى أعلم سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك والسلام عليكم ورحمة الله وبركاته.